സംസ്ഥാനത്ത് കാലവർഷം എത്തിയതോടെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് ഉയരും. എങ്ങനെയാണ് നിലവിലെ ഡാമുകളിലെ ജലനിരപ്പ് എന്നുള്ളതും അതോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള അലേർട്ടുകൾ ഡാമുകളിൽ നൽകിയിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം ഇടുക്കിയിലുള്ള മലങ്കര ഡാമാണ്. മലങ്കര ഡാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിലവിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നത് ഈ മലങ്കര ഡാമിൽ മാത്രമാണ്. അവിടുത്തെ നിലവിലെ ജലനിരപ്പ് അത് 41.32 മീറ്റർ ആണ്. മറ്റൊരു ഡാമുകളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ പല ഡാമുകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് നിയന്ത്രിതമായ അളവിൽ പല ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി വിടുന്നുണ്ട്. പല ഡാമുകളിലും യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് ഈ മഴ കൂടിയ സാഹചര്യത്തിൽ. അങ്ങനെ ചില ഡാമുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. തിരുവനന്തപുരത്തുള്ള നെയ്യാർ ഡാമിലാണ് ഒന്ന്. അത് 57.30 മീറ്റർ ആണ് അവിടുത്തെ ജലത്തിന്റെ അളവ്. അതിനുശേഷം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലട ഡാമാണ്. കല്ലട ഡാമിലെ നിലവിലെ ജലനിരപ്പ് 96.46 മീറ്റർ ആണ്. ഇനി എറണാകുളം ജില്ലയിലെ ഭൂതത്താൻ കെട്ടാണ്. ഭൂതത്താൻ കെട്ടിൽ നിലവിൽ 34.85 മീറ്റർ ജലമാണുള്ളത്. അത് കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ പീച്ചി ഡാം. പീച്ചിയിൽ 66.56 മീറ്റർ ജലമാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം നോക്കാം പാലക്കാടുള്ള മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാമിൽ നിലവിൽ 104.39 മീറ്റർ ജലമാണ് അവിടെയുള്ളത്. ഇനി കോഴിക്കോടുള്ള കുറ്റ്യാടി ഡാമാണ്. കുറ്റ്യാടി ഡാമിൽ 38.64 മീറ്റർ ജലമാണ് നിലവിലുള്ളത്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാം. പഴശ്ശിയിൽ 25.15 മീറ്റർ ജലമാണ് നിലവിലുള്ളത്. അതായത് ഈ മഴ കൂടുന്നതിനനുസരിച്ച് ജലനിരപ്പ് ഉയർന്നു. അതിനനുസരിച്ച് പല വിധത്തിലുള്ള അലേർട്ടുകൾ ഓരോ ഡാമിലും വന്നേക്കാം. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ ഡാമുകളിൽ വരുമ്പോൾ അതാത് സ്ഥലത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകും. അത് ശ്രദ്ധിക്കുകയും വേണം, കൃത്യമായി പാലിക്കുകയും വേണം.